ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ബിസി ആയിരുന്നു ഈ ആഴ്ച. അപ്പോൾ ഈ ആഴ്ച കുറച്ച് മൊത്തത്തിൽ ഒരു ബിസിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ പശുക്കുട്ടി ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പൈജാമ സെറ്റാണ്. ഈ പ്രാവശ്യം ഏട്ടൻ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വിവാൻകുട്ടി കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അവൻ വരാറില്ല. ഷോപ്പിംഗ് ചെയ്യാൻ വന്നതല്ല, മുടി വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അച്ഛനും മോനും കൂടെ മുടി വെട്ടാൻ വേണ്ടി പോയി. അപ്പം ഞാൻ എന്തായാലും വെറുതെ നിൽക്കേണ്ടതല്ല. അപ്പം ഞാൻ നേരെ ആസ്തയിൽ കയറി വെജിറ്റബിൾസൊക്കെ എടുത്തു. സാധാരണ വലിയ ട്രോളിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 1 പൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ 1 പൗണ്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് ആ ട്രോളി എടുക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ സെക്യൂരിറ്റി ഉണ്ടാവും. അവരോട് പറഞ്ഞാൽ അവർ എടുത്ത് തരും. പക്ഷേ ഇന്ന് എന്തോ രാവിലെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സെക്യൂരിറ്റിയും കണ്ടില്ല. അപ്പം പിന്നെ ചെറിയ ബാസ്ക്കറ്റ് എടുത്ത് ആദ്യം വെജിറ്റബിൾസൊക്കെ പറക്കിയിട്ടു. ഇത് റോസ്മേരിയാണ് കേട്ടോ. അടുത്തിടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. റോസ്മേരി ഓയിൽ തലയിൽ തേച്ചാൽ മുടി നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ 1-2 പ്രാവശ്യം റോസ്മേരി ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തത്. വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ബാസ്ക്കറ്റ് ഫുള്ളായി. പിന്നെ അത് തൂക്കിക്കൊണ്ട് ഇനി ഓരോരുത്തടത്ത് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇനി പാല്, തൈര് അതൊക്കെ എടുക്കണം. അതൊക്കെ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണല്ലോ. അത് ഞാൻ പിന്നെ അതുകൊണ്ട് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഈ ഒരു തുണിയുടെ സെക്ഷനിൽ വന്നു. വെറുതെ നോക്കിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഹെയർ ബാൻഡ് പോയി നോക്കി. അത് വർഷക്കുട്ടി പറഞ്ഞു വിട്ടായിരുന്നു. എത്ര വാങ്ങിച്ചാലും വീട്ടിൽ തികയാത്തൊരു സാധനമാണ് തലയിലിടുന്ന ഹെയർ ബാൻഡ്. പിന്നെ അത് ബ്ലാക്ക് കളർ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതും വാങ്ങിയില്ല. അപ്പോഴത്തേനും അച്ഛനും മോനും മുടിയൊക്കെ വെട്ടിയിട്ട് ട്രോലിയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിവാൻകുട്ടിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നത്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ഏതെടുക്കണമെന്ന്. ഞങ്ങൾ മിക്കവാറും എടുക്കാറുള്ളത് ട്രോപ്പിക്കാന ജ്യൂസാണ്. പിന്നെ വിവാൻകുട്ടിക്ക് ഇന്ന് വേണ്ട ഇത് ഏതെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് ഇത് 100% ജ്യൂസാണ് കേട്ടോ. അതിൽ ഷുഗറൊന്നും ഇല്ലാത്തതാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. കുറേ നാളായി ഓട്സ് വാങ്ങിയിട്ട്. അപ്പം ഞാൻ വെച്ചു അത് വാങ്ങാം. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കി കൊടുക്കാം. രാവിലത്തെ പണി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ഹാഫ് ഡേയിലെ പർച്ചേസിങ്ങൊക്കെ ഏകദേശം കഴിയാറായി. അവസാനം കൊണ്ട് ഒരു ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വിറ്റാമിൻ ഡി ഗുളികയൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ബൂട്ട്സിനകത്തേക്ക് ചേട്ടനും വിമാനും കൂടെ പോയി. അപ്പോഴാണ് വിമാൻകുട്ടിയുടെ സ്കൂളിൽ പ്രിൻസിപ്പലിനെ കണ്ടത്. അപ്പോൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു നാടൻ മീൻ കറി. കുടംപുളിയല്ല, സാധാരണ പുളി ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും നല്ല നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള നാടൻ ചുമന്ന മീൻ കറി ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും അതാണ് വെക്കാറുള്ളത് കേട്ടോ. ഞാൻ ആറൂല് വന്നതിന് ശേഷമാണ് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി അങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചെറിയ ഉള്ളി, കുരുമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ ഒരു അരപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണം. പിന്നെ ഞാൻ പുളി അവിടെ കുതിർത്തിട്ടിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ കുടംപുളി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ. ഹെൽത്തിന് എപ്പോഴും നല്ലത് ഈ പിഴിപുളിയെക്കാട്ടി കുടംപുളിയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അധികം എപ്പോഴും പിഴിപുളി അങ്ങനെ ഒഴിച്ച് കൊടുക്കാറില്ല. കുടംപുളി ഇട്ട് തന്നെയാണ് മീൻകറി വെക്കാറുള്ളത്. പിന്നെ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി പിഴിപുളി ഒഴിച്ചതേ ഉള്ളൂ. കുറേ നാളായി ഇങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ട്. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് കീറിയിടും. ചില സമയത്ത് ഞാൻ തക്കാളിയും കൂടെ കീറിയിടാറുണ്ട് കേട്ടോ. ഇനി ഞാൻ തക്കാളി ഇട്ടിട്ടില്ല. ജസ്റ്റ് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 1-2 ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ ചൂര മീനാണ് എടുത്തേക്കുന്നത്. ഞാൻ പറയാറില്ല നമ്മളിവിടെ ഫ്രോസൺ ചൂര വാങ്ങാറുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻകറി സെറ്റാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത് കേട്ടോ. അപ്പോൾ കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെയും കൂടെ നമുക്ക് മെഴുക്ക് പുരട്ടാന്ന്. ഇപ്രാവശ്യം ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കുന്ന കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് കടലമാവും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കും. കുറച്ച് വെള്ളം തെളിച്ച് അതിനെല്ലാം കൂടെ ആ മസാല എല്ലാം കൂടെ ആ ഒരു നമ്മുടെ പാവയ്ക്കയിലോട്ട് പിടിക്കണം. എന്നിട്ട് കുറച്ച് എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പാവയ്ക്ക, വെണ്ടയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്കങ്ങനെ കഴിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ വർഷക്കുട്ടിക്കും വിമാനമൊക്കെ പാവയ്ക്ക കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തത്. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിൽ കയ്പ്പൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ആ ഒരു ക്രിസ്പി ആയിട്ട് ഒരു ചിപ്സൊക്കെ കഴിക്കുന്ന ഒരു ഫീലിൽ നമുക്കങ്ങനെ കഴിക്കാം. അപ്പോഴത്തേനും നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയുമാണ് ഇന്നത്തെ ലഞ്ചിന്. സിമ്പിളാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അവസാനം എൻ്റെ ഒരു ടച്ചിന് വേണ്ടി ഞാൻ
ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ ആ മീൻ കറിയിലേക്ക്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ ഒരു വീട് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ മാസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഓരോരോ വീട് പോയി കാണുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നതൊക്കെ അവർ നമുക്ക് തരണമെന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് നമുക്കിവിടെ വീട് നോക്കാനും കിട്ടാനും ഒക്കെ. അങ്ങനെ നമ്മൾ വീടൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് വീട്ടിലിരിക്കുന്ന വേസ്റ്റുകളൊക്കെ ആദ്യം എടുത്ത് കളയണമെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും മൊത്തത്തിൽ വീട് ക്ലീൻ ആവും. ആശുകുട്ടിയുടെ വിവാൻ്റെ സ്കൂളിൽ നിന്നുള്ള പ്രോജക്റ്റിൻ്റെ ഒക്കെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അപ്പം തന്നെ എടുത്ത് കളയുമ്പോൾ അവർക്ക് വിഷമമാവുമല്ലോ. അവർ കഷ്ടപ്പെട്ട് ചെയ്തില്ല. നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു കാർഡ്ബോർഡ് പോലെ തോന്നുമെങ്കിലും അവരത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. അതിനുശേഷം ഇതുപോലുള്ള അവസരങ്ങൾ വരുന്ന സമയത്താണ് മൊത്തത്തിൽ എടുത്ത് കളയുന്നത്. അങ്ങനെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഞാൻ കിച്ചണിലോട്ട് വന്നു. കിച്ചണിൽ ഓരോരോ കബോർഡുകളായിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചു. കാരണം കിച്ചണിൽ കുറേയേറെ കബോർഡ്സ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കില്ല. അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആണല്ലോ എല്ലാവരും വീട്ടിലുള്ള ദിവസം. അപ്പോൾ ആ സമയത്താകുമ്പോൾ എല്ലാവരുടെയും കൂടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഇത് വേണമോ അത് വേണമോ എന്നൊക്കെ ചോദിച്ചിട്ട് കളയാലോ എന്ന് വിചാരിച്ചിട്ട് ചില സാധനങ്ങൾ നമ്മളെടുത്ത് കളയുമ്പോഴായിരിക്കും വന്ന് പറയുന്നത് അയ്യോ അതെനിക്ക് വേണമെന്ന്. അങ്ങനെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരെ കാണിച്ചിട്ട് തന്നെ കളയത്തുള്ളൂ. പിന്നെ കിച്ചണിലെ ഐറ്റംസ് ഒന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം ഞാൻ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഞാനും ഇതുപോലെ ചില സമയത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചില സാധനങ്ങൾ എടുത്ത് വെക്കും. പക്ഷെ അത് ഉപയോഗിക്കത്തേ ഇല്ല. പിന്നെ ഇതുപോലൊരു പറക്ക് പറക്കുമ്പോൾ എല്ലാം എടുത്ത് കളയും. ഷൂട്ടിംഗ് വിമാൻ മേളിലൊരു കബോർഡ്സിൽ അവരുടെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് അവിടെ ക്ലീൻ ചെയ്തത്. കാരണം അവർക്കേ അറിയത്തുള്ളൂ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ളത്. ഞാൻ അതിൽ ഏതെങ്കിലും പോയി എടുത്തെങ്കിൽ അത് അവർ കറക്റ്റായി വന്ന് ചോദിക്കും എനിക്കത് വേണം. കണ്ടോ ഞാൻ ഇവിടെ കളയാൻ വെച്ചിരുന്ന സാധനത്തിൽ നിന്നുകൊണ്ട് വിവാൻകുട്ടി ഓരോന്ന് പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് മിക്കവാറും എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണല്ലോ. അപ്പം ചില സാധനങ്ങൾ നമ്മളിങ്ങനെ കാണിക്കും വേണ്ടാലോ എന്ന് വിചാരിച്ചിങ്ങനെ കളയുമ്പോൾ ഇല്ലില്ല അതെനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അത് എടുത്തുകൊണ്ട് പോകും. ഞാൻ എടുക്കുന്തോറും വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതിനെ ചോദിച്ചു ഇത്രയും സാധനങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നോ എന്ന്. നമ്മളിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ മൊത്തത്തിലെടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വെളിയിൽ പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക.